ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പുസ്തകത്തിലെ ബ്രിഡ്ജ് ഓവർ ട്രബിൾ വാട്ടർ എന്ന് പറയുന്ന പാഠഭാഗം അല്ലേ പോയമാണ്. ആ പോയത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ, മലയാളം മീനിങ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹൗ ക്യാൻ വി ബി ഫ്രണ്ട്ലി ടു അതേഴ്സ്? ഹൗ ഡു യുവർ ഫ്രണ്ട് ഹെൽപ്പ് യു ഇൻ ഡിസ്ട്രസ്? എന്താണ് ചോദിക്കുന്നത്? നമുക്ക് എങ്ങനെ മറ്റുള്ളവരോട് സൗഹൃദം പുലർത്താം? നിങ്ങളുടെ സുഹൃത്തുക്കൾ എങ്ങനെയാണ് ദുരിതത്തിൽ നിങ്ങളെ സഹായിക്കുന്നത് എന്നൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോഴാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം ആവശ്യമുള്ളത്, അല്ലേ? എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, അല്ലേ? അതാണ് വെൻ ഡു യു നീഡ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ്. ലെറ്റ് us സിംഗ് എ സോങ്. നമുക്കൊരു പാട്ട് പാടാം. ബ്രിഡ്ജ് ഓവർ ട്രബിൾ വാട്ടർ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കലങ്ങിയ വെള്ളത്തിൻ്റെ ട്രബിളായിട്ടുള്ള, അല്ലേ, ഒരു ബുദ്ധിമുട്ടിക്കുന്ന അത്രയും വെള്ളത്തിൻ്റെ മുകളിലൂടെയുള്ള ഒരു പാലം, അല്ലേ? ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പാലമാണ്, ഓവർ, അല്ലേ? ആ ഒരു ഇതിനെ ഓവർ ചെയ്യുക, മുകളിലൂടെ ഉള്ള വെള്ളം എന്നാണ് അത് അർത്ഥമാക്കുന്നത്. വെൻ യു ആർ വിയറി ഫീലിംഗ് സ്മോൾ, അല്ലേ? വെൻ യു ആർ വിയറി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ ഫീലിംഗ് സ്മോൾ, നിങ്ങൾ ചെറുതായി തോന്നും, അല്ലേ? വെൻ ടിയേഴ്സ് ആർ ഇൻ യുവർ ഐസ്, നിങ്ങളെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുമ്പോൾ ഐ വിൽ ഡ്രൈ ദം ഓൾ, ഞാൻ അതെല്ലാം ഉണക്കും. ഐ ആം ഓൺ യുവർ സൈഡ്, ഞാൻ നിൻ്റെ പക്ഷത്താണ്, അല്ലേ? ഞാൻ നിൻ്റെ കൂടെയാണ്. ഓ വെൻ ടൈംസ് ഗെറ്റ് റഫ്, നമ്മളുടെ സമയം ശരിയല്ല എന്നുണ്ടെങ്കിൽ, റഫ് ബുദ്ധിമുട്ടിയിട്ടുള്ളതാണെങ്കിൽ, ആൻഡ് ഫ്രണ്ട്സ് ജസ്റ്റ് കാൺ ബി ഫൗണ്ട്, അവിടെ എന്താണ്? അവിടെ നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടുകാരെ കണ്ടെത്താൻ കഴിയില്ല. അടുത്ത വരികളിൽ എന്താ പറയുന്നത്? ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾ വാട്ടർ ഐ വിൽ ലേ മീ ഡൗൺ, അല്ലേ? ലൈക്ക് എ ബ്രിഡ്ജ്, ഒരു പാലം പോലെ, ഓവർ ട്രബിൾഡ് വാട്ടർ, അല്ലേ? ട്രബിൾഡ് ആയിട്ടുള്ള വെള്ളം, അല്ലേ? കലങ്ങിയ വെള്ളത്തിൽ എന്താണ്? അതിൻ്റെ മുകളിൽ ഒരു ബ്രിഡ്ജായിട്ട്, ഒരു പാലമായിട്ട് ഐ വിൽ ലേ മീ ഡൗൺ, ഞാൻ താഴെ കിടക്കും. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾ വാട്ടർ, അല്ലേ? ആ ഒരു ട്രബിൾ വാട്ടറിൻ്റെ മുകളിലൂടെ ഞാനിങ്ങനെ ഒരു പാലം പോലെ കിടന്നു തരും. ഐ വിൽ ലേ മീ ഡൗൺ, അതിൻ്റെ താഴെ. വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട്, അല്ലേ? നിങ്ങൾ താഴേക്ക് ഇറങ്ങുമ്പോൾ, അല്ലേ? ഡൗൺ ആൻഡ് ഔട്ട്, ഞാനൊരു പാലം പോലെ ആ ട്രബിളായിട്ടുള്ള വാട്ടറിൻ്റെ മുകളിൽ അങ്ങനെ കിടന്നു തരും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതോ? വെൻ യു ആർ ഓൺ ദ സ്ട്രീറ്റ് വെൻ ഈവനിങ് ഫോൾസ് സോ ഹാർഡ് ഐ വിൽ കംഫർട്ട് യു, ഐ വിൽ ടേക്ക് യുവർ പാർട്ട്. ഹോ വെൻ ഡാർക്ക്നെസ് കംസ് ആൻഡ് പെയിൻ ഈസ് ഓൾ എറൗണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങൾ തെരുവിലായിരിക്കുമ്പോൾ, അല്ലേ? സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തെരുവിലായിരിക്കുമ്പോൾ, ഈവനിങ്, അല്ലെ, സായാഹ്നം വളരെ കഠിനമാകുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങളുടെ പങ്ക് വഹിക്കും, അല്ലേ? നിങ്ങൾക്ക് ഞാനൊരു പങ്ക് വഹിക്കും. അപ്പോൾ എന്താണ്? ഇരുട്ട് വരുമ്പോൾ ചുറ്റും വേദനയാണ് വരുന്നത്, അല്ലേ? അവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു സഹായിയായി വരും എന്നാണ് പറയുന്നത്, അല്ലേ? വെൻ യു ആർ ഇൻ ഓൺ സ്ട്രീറ്റ്, തെരുവിലാകുമ്പോൾ, വെൻ ഈവനിങ് ഫോൾ സോ ഹാർഡ്, അല്ലേ? സായാഹ്നം ഹാർഡായിട്ട്, കഠിനമായിട്ട് വരുമ്പോൾ ഐ വിൽ കംഫോർട്ട് യു, ഐ വിൽ ടേക്ക് യുവർ പാർട്ട്. ഓ വെൻ ഡാർക്ക്നെസ് കംസ് ആൻഡ് പെയിൻ ഈസ് ഓൾ അറൗണ്ട്, അങ്ങനെ ഇരുട്ട് വരുമ്പോൾ എന്താണ്? വളരെ വേദനയാണുള്ളത്. വീണ്ടും എന്താണ് അവിടെ പറയുന്നത്? ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾ വാട്ടർ ഐ വിൽ ലേ മീ ഡൗൺ, അല്ലേ? ഒരു പാലം പോലെ ഞാൻ ആ ട്രബിൾ വാട്ടർ, അല്ല, ആ ബുദ്ധിമുട്ടിക്കുന്ന ആ കലങ്ങിയ വെള്ളത്തിൻ്റെ മുകളിൽ ഞാനെങ്ങനെ ഒരു പാലം പോലെ ഐ വിൽ ലേ മീ ഡൗൺ, താഴെ അങ്ങനെ കിടന്നു തരും. വീണ്ടും പറയണല്ലേ, ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾ വാട്ടർ ഐ വിൽ ലേ മീ ഡൗൺ. ഇനി അടുത്ത വരി എന്താണ്? സെയിൽ ഓൺ സിൽവർ ഗേൾ സെയിൽ ഓൺ ബൈ, your time has come to shine. All your dreams are on their way. See how they shine. Oh, if you need a friend, I am sailing right behind. എന്താണ് ഈ വരികളിലൂടെ പറയുന്നത്? അല്ലേ, ഒരു വെള്ളി പെൺകുട്ടിയെ പോലെ, യുവർ ടൈം ഹാസ് കം ടു ഷൈൻ, അല്ലേ? നിങ്ങളുടെ ആ നല്ല സമയം വരും, അത് ഷൈൻ ചെയ്യും, പ്രകാശിക്കും. ഓൾ യുവർ ഡ്രീംസ് ആർ ഓൺ ദെയർ വേ, നിങ്ങളെല്ലാ സ്വപ്നങ്ങളും ആ ഒരു വഴിയെ വരും.
സീ ഹൗ ദേ ഷൈൻ. നോക്കൂ എത്ര മനോഹരമായിട്ടാണ് ആൾ തിളങ്ങുന്നത് അല്ലേ. ഒരു വെള്ളി പെൺകുട്ടിയെയാണ് പോലെയാണ് ഉപമിച്ചിരിക്കുന്നത് അല്ലേ. സിൽവർ, അതിൻ്റെ ആ ഒരു തിളക്കം. ഓ ഇഫ് യു നീഡ് എ ഫ്രണ്ട്, നിങ്ങൾക്കൊരു കൂട്ടുകാരെ ഫ്രണ്ടിനെ വേണമെന്നുണ്ടെങ്കിൽ ഐ ആം സെയിലിംഗ് റൈറ്റ് ബിഹൈൻഡ്, തൊട്ടു പിറകെ ഞാനും വരും. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ഈസ് യുവർ മൈൻഡ് അല്ലേ. വീണ്ടും പറയാണ്, ഒരു പാലം പോലെ നിൻ്റെ ആ ട്രബിൾ വാട്ടർ, കലങ്ങിയ വെള്ളത്തിന് മുകളിൽ ഞാൻ കിടക്കും. എന്നിട്ട് എന്താ, ഐ വിൽ ഈസ് യുവർ മൈൻഡ്, നിൻ്റെ മൈൻഡിനെ ഞാൻ എന്താക്കും, മായ്ച്ചു കളയും. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾ വാട്ടർ, വീണ്ടും പറയാണല്ലേ, ആ ഒരു ബ്രിഡ്ജായിട്ട്, ആ ഒരു പാലമായിട്ട് നിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് എല്ലാം ഒരു ആശ്വാസമായിട്ട് ഞാനുണ്ടാകും, നിൻ്റെ മനസ്സിനെ എല്ലാം മായ്ച്ചു കളയും എന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത്. ഇവിടെ എന്താണ്, ഒരു യഥാർത്ഥ കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പോയം, ഒരു കവിതയാണല്ലേ ഇവിടെ. അതായത് നമ്മുടെ സന്തോഷത്തിൽ മാത്രമല്ല, നമ്മളെ സങ്കടങ്ങളിലും ഒപ്പം നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടായിരിക്കും. അതിനെക്കുറിച്ചുള്ള ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കവിതയുടെ മീനിങ്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഈ പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്തണം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്.